ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. 18-ാം ദിവസം പ്രകാശം പരത്തുന്ന ദിനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. സ്നേഹത്താൽ കരുത്തലാൽ ആത്മവിശ്വാസത്താൽ നിറഞ്ഞ ഒരു പുതിയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന ദിനമായി ഈ ക്രിസ്മസ് മാറട്ടെ. തണുത്ത മഞ്ഞിൽ പോലും തണുപ്പിക്കാനാകാത്ത സ്നേഹത്തിന്റെ ചൂടോടെ ഈ ക്രിസ്മസ് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വിജയവും സന്തോഷവും സമൃദ്ധിയും കൈവരട്ടെ. ജീവിതത്തിൽ ചെറിയ ഒരു ഇടവേള എടുക്കാൻ, ചുറ്റും ഉള്ളവരൊപ്പം ചിരിക്കാൻ, സന്തോഷത്തിന്റെ സത്യസന്ധത മനസ്സിലാക്കാൻ സഹായിക്കുന്ന ദിനമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അന്ധകാരത്തിൽ കഴിയുന്നവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാനും സ്വയം ഒരു മെഴുകുതിരിയായി ഒരുക്കി ഏവർക്കും പ്രകാശമാകുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം നമുക്ക് സ്വന്തമായി ഒരു ആലയം ഇത്രയും പെട്ടെന്ന് രൂപപ്പെടാൻ പ്രകാശത്തിന്റെ രഹസ്യം ചൊല്ലി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കാം.